ഇന്നത്തെ സായാഹ്നം സംഗീത സാന്ദ്രമാക്കുവാൻ, നമ്മളെയെല്ലാം പാട്ടിന്റെ ലഹരിയിൽ ആറാടിക്കുവാൻ എത്തുന്ന ഗായകൻ ശ്രീ മഹാദേവൻ. എങ്ങനെയുണ്ട്? പാടാം നേടാം എന്ന ഈ ഷോയിൽ കുറേ പാട്ടുകൾ പാടി. ഇതിപ്പോൾ രണ്ടാം ഊഴമാണ്. രണ്ടാം ഊഴത്തിൽ ഇനി ഒന്നോ രണ്ടോ പാട്ടുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിനാലെയാണ്. എന്തു പറയുന്നു ഈ യാത്ര? ഒരു വാക്കിൽ പറഞ്ഞാൽ അൺബിലീവബിൾ എക്സ്പീരിയൻസ്. ഇതിൽ പങ്കെടുത്തതിന് ശേഷമുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളോ മാറ്റങ്ങളോ? ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വെറുതെ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോഴായാലും ആൾക്കാർ വന്ന് മറ്റേ പാടാം നേടാം അതിലുള്ള ആളല്ലേ. പിന്നെ ഉണ്ടായത് മെട്രോയിൽ ഒരു പ്രാവശ്യം എറണാകുളത്തേക്ക് പോയപ്പോൾ 4-5 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവര് വന്നിട്ട് മറ്റേ ആ പാടാൻ നേടാൻ പാട്ടിച്ചേട്ടനല്ലേ, എന്നിട്ട് ഒരു സെൽഫി ഒക്കെ എടുക്കുക. ദീസ് ആർ ഓൾ വെരി ഗുഡ് എക്സ്പീരിയൻസസ്. പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വഴിക്ക് ശ്രീയേട്ടൻ്റെ നാവ് കാരണമാവണം ഡെഫിനറ്റ്ലി. ഒരു ഇംഗ്ലീഷ് സിനിമയും ഒരു ഹിന്ദി സീരിയലും, രണ്ടിൻ്റെയും മലയാളം ഡബിങ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഒരു സിനിമയിൽ പാടുകയും ചെയ്തു. ഒരുപാട് ആഹ്ലാദത്തോടെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ആദ്യത്തെ പാട്ട് ആരംഭിക്കാം. ഏത് പാട്ടാണ്? ഞാനൊരു ആൽബത്തിലെ പാട്ടാണ് പാടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ചിപ്പികളെ ചിപ്പികളെ ആരെ മാറോടണ ചമ്മിഞ്ഞ പാലൂട്ടി കോരിത്തരിച്ചു നിങ്ങൾ. ആ മുത്തുകൾ പോയ ചിപ്പികളെ ചിപ്പികളെ വാഴ്വിൻ വഴിയോരത്താരോപേക്ഷിച്ച പാഴ്ക്കളിപ്പാട്ടങ്ങളെ മുത്തുകൾ പോയ ചിപ്പികളെ. ചെപ്പിലെ മഞ്ചാടികളെടുത്തോ മനിക്കുന്നു നിങ്ങൾ. ഓർമ്മതൻ ചെപ്പിലെ മഞ്ചാടികളെടുത്തോ മനിക്കുന്നു നിങ്ങൾ. പണ്ടു താരാട്ടുപാടി ഉറക്കിയതും പിന്നെ താഴത്തു പിച്ച നടത്തിയതും. ചോറും ചൊല്ലും കൊടുത്തു വളർത്തിയിട്ടോരോ പടവും കയറ്റിയതും. ചോറും ചൊല്ലും കൊടുത്തു വളർത്തിയിട്ടോരോ പടവും കയറ്റിയതും. ഓർത്തു തേങ്ങും പാവമമ്മേ, ആരെ കാത്തു നീ അസ്തമിക്കുന്നു, ആരെ കാത്തു നീ അസ്തമിക്കുന്നു. മുത്തുകൾ പോയ ചിപ്പികളെ.
നിങ്ങൾ പോയ പൊന്നോണ നാളുകളോർത്തും പോയതെന്നേക്കും പോയെന്നോർത്തും എല്ലാ കാട്ടിലെ കോഴിക്കു സംക്രാന്തി ഇല്ലം വെടിഞ്ഞോർക്കുമെന്നോ എല്ലാ കാട്ടിലെ കോഴിക്കു സംക്രാന്തി ഇല്ലം വെടിഞ്ഞോർക്കുമെന്നോ നേർത്തൊരു തേങ്ങലായമ്മേ ആരെ ഓർത്തു നീ അസ്തമിക്കുന്നു ആരെ ഓർത്തു നീ അസ്തമിക്കുന്നു മുത്തുകൾ പോയ ചിപ്പികളെ ചിപ്പികളെ ആരെ മാറോടണ ചമ്മിഞ്ഞ പാലൂട്ടി കോരിത്തരിച്ചു നിങ്ങൾ ആ മുത്തുകൾ പോയ ചിപ്പികളെ ചിപ്പികളെ വാഴ്വിൻ വഴിയോരത്താരോപേക്ഷിച്ച പാഴ്ക്കളിപ്പാട്ടങ്ങളെ പാട്ടങ്ങളെ മുത്തുകൾ പോയ ചിപ്പികളെ സാർ ഈ ആൽബത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ആ ഇത് വിശ്വജിത്ത് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ചെയ്തിരുന്നത്. ആ ആ ആൽബത്തിൽ 6 പാട്ടുകളുണ്ട്. ആ അതില് ഹരിഹരൻ സാർ ഒരു പാട്ട് ഓ പാടിയിട്ടുണ്ട്. ശരി. പിന്നെ കാവാലൻ ശ്രീകുമാർ സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ശ്രീവത്സൻ ജയമേനൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പിന്നെ ശരത് സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഏ അങ്ങനെ 6 പാട്ടില് 4 പേര് സോ ഗ്രേറ്റ്സ്, പിന്നെ ഒരാളും പിന്നെ ഞാനുമാണ് പാടിയിട്ടുള്ളത്. പക്ഷെ എന്റെ പാട്ട് മാത്രമാണ് ONV സാർ എഴുതിയത്. ഓ ഈ പാട്ട് ONV സാർ എഴുതിയതാണ്. ഓ ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്ത് മനോഹരമായിട്ടുള്ള ലിറിക്സ്, ബ്യൂട്ടിഫുൾ മ്യൂസിക് ആൾസോ. ഞാൻ കണ്ണടച്ച് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഇത് ഏതോ ഒരു പുതിയ ഒരു പാട്ടുകാരൻ പാടിയ ഒരു ഫീൽ, ഒരു യങ് ബോയ് പാടിയ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. താങ്ക് യു സാർ. വിശ്വജിത്ത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കമ്പോസറാണ്. എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു ചെക്കനാണ്. അവൻ മനോഹരമായിട്ട് പാടുകയും ചെയ്യും. അതേപോലെ പാടാൻ എളുപ്പമല്ല. അത് വലിയ മെനക്കേടാ.